ഹായ് ഗൈസ്, ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇടാൻ കാരണം ഇന്നലെ എനിക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരാൾ എൻ്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു ടോട്ടൽ ഫെയിലിയർ ആണെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു ഫെയിലിയറായി? ഞാനൊരു കരകളഞ്ഞ കൃഷ്ണഭക്തിയാണ്. കൃഷ്ണനില്ലാതെ എനിക്ക് വേറൊന്നുമില്ല. എന്നാൽ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്, ഖുർആനും വായിക്കുന്നുണ്ട്. എല്ലാം ദൈവം. അപ്പോൾ നിങ്ങൾ പലരും തോൽപ്പിക്കാനും എൻ്റെ പാർപ്പിടം ഇല്ലാതാക്കാനും എൻ്റെ ആഹാരം ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴും ഞാൻ വിസ്മയെ പോലെയോ ഷൈനിയെ പോലെയോ ഒന്നും ചെയ്തില്ല. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കാനുള്ള ശക്തി എനിക്ക് തന്നത് എൻ്റെ കൃഷ്ണനാണ്. അപ്പോൾ ആ കൃഷ്ണനെ വിട്ടിട്ട് വന്നാൽ നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനം തീർത്തു തരാം, നിനക്കൊരു ഷെൽട്ടർ തരാം എന്നെനിക്ക് വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടൊക്കെ ഞാൻ എൻ്റെ കൃഷ്ണനെ മുറുകെ പിടിച്ചേ. എൻ്റെ കൃഷ്ണനില്ലാതെ അതെൻ്റെ സ്നേഹമാണ്, അതെൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് എന്നെ ക്രിസ്തുവിനെയും നദിയെയും കൃഷ്ണനോടൊപ്പം സ്നേഹിക്കാൻ പഠിപ്പിച്ചത്. സോ വലിയ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. നീ കൃഷ്ണനെ വിട്ടു വന്നാൽ പലപ്പോഴും ദ്രൗപദിയെ രക്ഷിച്ച പോലെ നിങ്ങളിൽ പലരും എന്നെ അപമാനിക്കാനും ചൂളക്കുടികളിൽ തള്ളിയിടാനും ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ അതെൻ്റെ കൃഷ്ണനല്ലേ. അപ്പോൾ ആരോടുമുള്ള സ്നേഹക്കുറവുണ്ടോ ക്രൂരത കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ കൃഷ്ണനെ കളയാൻ പറ്റില്ല. അതൊപ്പം എനിക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാനും പറ്റും. സോ ഇതെൻ്റെ കൃഷ്ണന് വേണ്ടി. ഗോപിക വസന്തം തേടി വനമാലി നവ നവ ഗോപിക വസന്തം തേടി വനമാലി എൻ മനമുരുകും വിരഹതാപമറിയാതെന്റെ ഗോപിക വസന്തം തേടി വനമാലി. നീലമേഘം നെഞ്ചിലേട്ടിയ പൊൻതാരകമാണി രാധ. നീലമേഘം നെഞ്ചിലേറ്റിയ പൊൻതാരകമാണി രാധ. അഴകിൽ നിറയും അഴകാം നിൻ അഴകിൽ നിറയും അഴകാം നിൻ വ്രതഭംഗികളറിയാൻ മാത്രം ഗോപിക വസന്തം തേടി വനമാലി. 100 ജന്മം നോമ്പു നോറ്റൊരു തിരുവാതിരയാണി രാധ. 100 ജന്മം നോമ്പു നോറ്റൊരു തിരുവാതിരയാണി രാധ. അലിയും തോറും അലിയും എൻ അലിയും തോറും അലിയും എൻ പരിഭവമെന്തറിയാതെന്റെ ഗോപിക വസന്തം തേടി വനമാലി. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പാടിയതാ. ഞാൻ ആകാശവാണിയിലൂടെ മാത്രം കേട്ട പാട്ടുകളായതൊക്കെ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് നോട്ട്സോ സംഗീതത്തെ പറ്റിയോ ഒന്നും അറിയത്തില്ല. ഇത് എൻ്റെ കൃഷ്ണന് എന്നെ ഇത്രയും നാൾ
വിസ്മയോ ഷൈനിയോ ഒന്നും ആകാതെ ഇത്രയും നാളെ എത്തിച്ചതിന് എൻ്റെ കൃഷ്ണന് സമർപ്പിക്കുന്നു.